Welcome to the new session of dividends. Today we will discuss about the meaning of dividend, different types of dividend and the important dates in dividend payments. The word dividend comes from the Latin word dividendum, that means things to be divided. A sum of money paid regularly, typically annually, by a company to its shareholders out of its profits or reserves is defined as dividend. Profits are generally distributed to shareholders as dividend. In other words, a dividend is a token reward paid to the shareholders for their investment in a company's equity, and it usually originates from the company's net profits. Hence, dividend is defined as a distribution of divisible profits of a company among the shareholders according to the number of shares held by each of them in the capital of the company. അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ പദമായ ഡിവിഡൻഡത്തിൽ നിന്നാണ് ഉണ്ടായത്. ഒരു കമ്പനി അതിൻ്റെ ലാഭം കരുതൽ ധനത്തിൽ നിന്ന് ഓഹരി ഉടമകൾക്ക് പതിവായി കൊടുക്കുന്ന തുകയാണ് ലാഭവിഹിതം എന്ന് പറയുന്നത്. ലാഭം സാധാരണയായി ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് എന്ന രൂപത്തിൽ വിതരണം ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചതിന് ഷെയർ ഹോൾഡർമാർക്ക് നൽകുന്ന റിവാർഡാണ് ഡിവിഡൻഡ്. ഇത് സാധാരണയായി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കമ്പനിയുടെ മൂലധനത്തിൽ ഓരോരുത്തരുടെയും കൈവശമുള്ള ഷെയറുകളുടെ എണ്ണമനുസരിച്ച് കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ഇടയിൽ ഉള്ള ലാഭ വിതരണമാണ് ഡിവിഡൻസ്. നെക്സ്റ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് suggested or recommended by board of directors to the shareholders for approval in annual general meeting is called proposed dividend. അതായത് വാർഷിക പൊതുയോഗത്തിൽ അംഗീകാരത്തിനായി ഓഹരി ഉടമകൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടർമാർ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ലാഭവിഹിതത്തെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. Next is declared dividend. When the proposed dividend is adopted in annual general meeting by the shareholders, it is termed as declared dividend. That is a portion of company's profit that have to be decided to be paid out as dividend to the shareholders by board of directors. ഷെയർഹോൾഡർമാർ വാർഷിക പൊതുയോഗത്തിൽ പ്രൊപ്പോസ് ഡിവിഡൻഡിനെ സ്വീകരിക്കുമ്പോൾ അതിനെ ഡിക്ലെയർ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നു. അതായത് കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നാണ്. നെക്സ്റ്റ് ഈസ് ഇൻ്ററീം ഡിവിഡൻഡ്. ആൻ ഇൻ്ററീം ഡിവിഡൻഡ് ഈസ് എ ഡിവിഡൻഡ് പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ before a company's annual general meeting and before the preparation of final accounts. The company's board of directors is responsible for declaring an interim dividend. ഒരു കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിന് മുമ്പും ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിൻ്റെ മുമ്പും ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ മധ്യത്തിൽ നടത്തിയ ലാഭവിഹിതമാണ് ഇടക്കാല ലാഭവിഹിതം, അതായത് ഇൻ്ററീം ഡിവിഡൻഡ്. ഇത് പ്രഖ്യാപിക്കുന്നതിന് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. നെക്സ്റ്റ് ഈസ് ഫൈനൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് ഈസ് ദ എമൗണ്ട് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ബി പേയബിൾ ആസ് ഡിവിഡൻഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ആഫ്റ്റർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് ഈസ് കോമൺലി അനൗൺസ്ഡ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കിയതിന് ശേഷം കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ പൊതുവായി പ്രഖ്യാപിച്ചതിന് ശേഷം കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡായി നൽകണമെന്ന് ഡയറക്ടർ ബോർഡ് പ്രഖ്യാപിച്ച തുകയാണ് ഫൈനൽ ഡിവിഡൻഡ്. നെക്സ്റ്റ് ഈസ് ഡിവിഡൻഡ് ഈൽഡ്. Dividend yield or dividend price ratio
of a share is the dividend per share divided by price per share. In other words, a dividend expressed as the percentage of current share price. അതായത് ഒരു ഷെയറിൻ്റെ ഡിവിഡൻഡ് ലാഭം അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ എന്നത് ഓരോ ഷെയറിനുമുള്ള ലാഭവിഹിതമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിലവിലെ ഓഹരി വിലയുടെ ശതമാനമായി ലാഭവിഹിതം പ്രകടിപ്പിക്കുന്നതാണ് ഡിവിഡൻഡ് yield. Let us go through the example. Company A and Company B are there. For the Company A, dividend is 30 per share and the market price is 600 per share. For Company B, dividend is 30 per share and market price is 1000 per share. We have to find out what the dividend yield for Company A and for the Company B. Dividend yield is dividend per share divided by market price per share. For the Company A, that is 30 divided by 600 into 100, that is 5%. For the Company B, 30 divided by 1000 into 100, that is 3%. Here we can see that when the market price increases, the dividend yield decreases. The interpretation of dividend yield. It may be in the best interest of a fast-growing company not to pay any dividends. The money might be better used by reinvesting into the company itself to grow the business. On the other hand, a mature company may report high yield due to the relative lack of future growth potential. Therefore, the yield ratio does not necessarily indicate a good or a bad company. Rather, the ratio is used by investors to determine which stocks align with their investment strategy. അതായത് ലാഭവിഹിതം നൽകാതിരിക്കുന്നത് അതിവേഗം വളരുന്ന ഒരു കമ്പനിയുടെ ഏറ്റവും താൽപ്പര്യമായിരിക്കാം. ബിസിനസ് വളർത്തുന്നതിന് കമ്പനിയിലേക്ക് തന്നെ വീണ്ടും നിക്ഷേപം നടത്തുന്നതിലൂടെ പണം നന്നായി ഉപയോഗിക്കാം. മറുവശത്ത് ഭാവിയിലെ ഉയർന്ന വളർച്ചാ സാധ്യതകളുടെ അഭാവം കാരണം ഒരു മുതിർന്ന കമ്പനിക്ക് ഡിവിഡൻഡ് yield ഹൈ ആയിട്ട് റിപ്പോർട്ട് ചെയ്തേക്കാം. പകരം നിക്ഷേപകർ ഏതൊക്കെ ഓഹരികൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുമായി യോജിക്കുന്നുവെന്ന് നിർണ്ണയിക്കുവാൻ ഈ ഡിവിഡൻഡ് yield റേഷ്യോ ഉപയോഗിക്കുന്നു. The next is the important dates associated with the dividend payments. 1. Declaration date. The second one, ex-dividend date. The third, a record date. The fourth one, payment date. The declaration date. The declaration date is a date on which the board of directors announces and approves the payment of a dividend. അതായത് ഡിവിഡൻഡ് നൽകുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന തീയതിയാണ് ഡിക്ലറേഷൻ ഡേറ്റ്. നെക്സ്റ്റ് ഈസ് ex-dividend date. Ex-dividend date is usually 1 working day before the record date. It means you need to purchase the shares at least 1 day before the ex-dividend date, or it is a cut-off date prior to the record date that a stock trades without a dividend. ex-dividend date സാധാരണമായി റെക്കോർഡ് തീയതിക്ക് ഒരു പ്രവർത്തന ദിവസം മുമ്പാണ്. അതായത് ex-dividend ഡേറ്റിന് ഒരു ദിവസമെങ്കിലും മുമ്പായി നിങ്ങൾ ഷെയറുകൾ വാങ്ങേണ്ടതുണ്ടെന്ന് ഇതിൻ്റെ അർത്ഥം. ഡിവിഡൻഡ് ഇല്ലാതെ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന റെക്കോർഡ് തീയതിക്ക് മുമ്പുള്ള കട്ട് ഓഫ് ഡേറ്റ് ആണ് ex-dividend ഡേറ്റ്. The next is record date. The record date, also known as the date of record, is the date on which the investor must be on the company's books in order to receive the dividend. അതായത് ഡിവിഡൻഡ് ലഭിക്കുന്നതിന് കമ്പനിയുടെ പുസ്തകങ്ങൾ ഇൻവെസ്റ്ററിൻ്റെ പേര് ഉണ്ടായിരിക്കേണ്ട തീയതിയാണ്
റെക്കോർഡ് തീയതി. Last is the payment date. The payment date is the date on which the dividend is paid to the shareholders. The dividend payments may be either emailed to or electronically transferred to the accounts of the shareholders. അതായത് ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുന്ന തീയതിയാണ് പേയ്മെൻറ്റ് ഡേറ്റ്. ഡിവിഡൻഡ് പേയ്മെൻറ്റുകൾ ഇമെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വഴി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ചെയ്യാം. In the next session, we will look into investment and its calculations. If you like this video, kindly subscribe and share it to friends. Thank you. Have a nice day.